ബാലതാരമായി അരങ്ങേറ്റം. ആദ്യ ചിത്രത്തിന് മികച്ച ബാലതാരത്തിനുള്ള കർണാടക സംസ്ഥാന അവാർഡ്. പറയുന്നത് നടി മാധുവിൻ്റെ വിസ്മയിപ്പിക്കുന്ന ജീവിതകഥ, അമ്പരപ്പിക്കുന്ന ജീവിതകഥ. സന്നദ്ധി അപ്പണ്ണ എന്ന കന്നഡ സിനിമയിലൂടെയാണ് മാധു സിനിമയിലേക്ക് കടന്നു വന്നത് ബാലതാരമായി. ചിത്രം വലിയ ഹിറ്റായി. മികച്ച ബാലതാരമായി മാധു തിരഞ്ഞെടുക്കപ്പെട്ടു കന്നഡ സിനിമയിൽ. പിന്നീട് മാധുവിന് ഊർജവും വളവും നൽകിയത് മലയാള സിനിമയാണ്. പൂരം, നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത്. പൂരം പരാജയ ചിത്രമായിരുന്നു. നെടുമുടി വേണു പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ചിത്രം അക്കാലത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഒരു ന്യൂജൻ സിനിമയായിരുന്നു എന്നാണ് നെടുമുടി വേണു ഉദ്ദേശിച്ചത്. കാലം തെറ്റിപ്പറന്ന ചിത്രമെന്ന് പൂരത്തെ വിശേഷിപ്പിക്കാം. അമരം എന്ന ചിത്രത്തിലൂടെ മാധു മലയാളത്തിലെ മുൻനിര നായികയായി മാറി. മമ്മൂട്ടിയുടെ മകളായി അസാധ്യമായ പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത്. മാധുവിൻ്റെ യഥാർത്ഥ പേര് മാധവി എന്നാണ്. സിനിമയിലെത്തിയപ്പോൾ മാധു എന്ന പേര് അവർ സ്വീകരിക്കുകയായിരുന്നു. ഭരതൻ കണ്ടെത്തിയ പ്രതിഭയാണ് മാധു. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാള സിനിമയിൽ ഒരുപാട് ഓഫറുകൾ ലഭിച്ചു. പക്ഷേ അമരത്തെ പോലെ അവരുടെ അഭിനയത്തെ മാറ്റുരയ്ക്കാൻ പറ്റുന്ന ഒരു വേഷം അവർക്ക് ലഭിച്ചില്ല. അതവരുടെ ഒരു വലിയ പരാജയമായി മാറി. മമ്മൂട്ടിയുടെ നായികയാകാൻ മാധുവിന് കഴിയില്ല, കാരണം മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ചു എന്ന ന്യൂനതയുണ്ട്. മോഹൻലാലിൻ്റെ നായികയാവാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം മാധുവിന് വന്നു. അക്കാലത്ത് കോമഡി ട്രെൻഡ് മലയാള സിനിമയിൽ സജീവമായി. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലൂടെ കോമഡി ട്രെൻഡ് സജീവമായി മാറി. ആ കോമഡി ട്രെൻഡിൻ്റെ ഭാഗമായി മാധു മാറി. ജഗദീഷുമായും സിദ്ദീഖുമായും ഒക്കെ അവർ ഒരുമിച്ച് അവരുടെയൊക്കെ നായികയായി അവർ അഭിനയിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാധുവിന് വലിയൊരു മൈലേജ് ലഭിച്ചില്ല. മലയാള സിനിമ മാധുവിനെ കൈനീട്ടി സ്വീകരിച്ചെങ്കിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒന്നും പ്രശോഭിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു കാലം കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ നായികാ സങ്കല്പം മാറി. മലയാള സിനിമയിലെ നായികാ സങ്കല്പം മാറിയപ്പോൾ മാധുവിനെ മലയാള സിനിമയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെയുമായി. ഡോക്ടർ ജേക്കബിനെ കല്യാണം കഴിച്ച് അവർ ക്രിസ്തുമതം സ്വീകരിച്ചത് വലിയ വാർത്തയായി മാറി. ഡോക്ടർ ജേക്കബിനെ കല്യാണം കഴിച്ച് അവർ വിദേശത്തേക്ക് പോയി. അത് പിന്നീട് വിവാഹമോചനത്തിൽ അവസാനിച്ചു. അൻപലകൻ ജോർജിനെ വീണ്ടും അവർ വിവാഹം കഴിച്ചു. മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ അവർ പലവട്ടം ശ്രമിച്ചെങ്കിലും സിനിമ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു. മാധുവിനെയും തരണം ചെയ്ത് മലയാള സിനിമ മുന്നോട്ട് പോയി. പുതുമുഖ നായികമാർ മലയാള സിനിമയിൽ കടന്നു വന്നു. അവരൊക്കെ മലയാള സിനിമയിൽ അവരുടേതായ മേൽവിലാസം സൃഷ്ടിച്ചു. ഇതാണ് മാധുവിൻ്റെ കഥ. മാധു കഴിവുള്ള അഭിനേത്രിയായിരുന്നു. വേഷപ്പകർച്ചകൾ ചെയ്യാൻ അവർക്ക് അസാധ്യമായ കഴിവുണ്ടായിരുന്നു. പക്ഷേ ആ വേഷപ്പകർച്ചകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിവുറ്റ സംവിധായകർ ഇല്ലായിരുന്നു. ഭരതൻ അവരെ കണ്ടെത്തി. മാധുവിനെ ഒരു മുത്തായി തന്നെ, അമരത്തിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് മുത്തെന്നാണ്, ഒരു മുത്തായി തന്നെ ഭരതൻ കണ്ടെത്തി. പക്ഷേ മാധുവിന് കൂടുതൽ കാലം മലയാള സിനിമയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. മാധുവിൻ്റെ ദാമ്പത്യവും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച പിന്നീട് സിനിമാ പത്രപ്രവർത്തകരായ ഞങ്ങൾ അറിഞ്ഞു. മാധു ഇപ്പോഴും മലയാള സിനിമയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അവർ ന്യൂയോർക്കിൽ നൃത്തവിദ്യാലയം നടത്തുകയാണ് എന്നാണ് സിനിമാ കേരളയുടെ അറിവ്. തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്കായി ഒരു വേഷം വേണം. അവരുടെ അഭിനയ പ്രതിഭയെ മാറ്റുരയ്ക്കുന്ന ഒരു വേഷം.